ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാൻ. ഇന്നത്തെ ലെറ്റ്സ് സീ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ കാണിച്ചു തരുന്നത് നോക്കാം. നമുക്ക് ഇന്നത്തെ മെസ്സേജ് യൂണിവേഴ്സിൻ്റെ എന്താണ്. ഞാൻ ഡെയിലി ഇതെങ്കിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, മറ്റേ റിലേഷൻഷിപ്പ് റീഡിങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു റീഡിങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഡെയിലി കൊണ്ടുവരാൻ ശ്രമിക്കാം. സോ റിലേഷൻഷിപ്പ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും അറ്റ്ലീസ്റ്റ് ഗൈഡൻസ് എങ്കിലും കാണും. ഓക്കെ, രണ്ടെണ്ണം ചെയ്യുമ്പോഴേക്കാണ് ചിലപ്പോൾ. ഓക്കെ, എന്തായാലും ഒന്നെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കാൻ. ഡെയിലി ഒരു 1 മന്ത് കൂടി ഞാൻ ലേശം ബിസി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു റെഗുലർ ആക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, സോറി, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇന്നത്തെ മൂണാണ്. മൂൺ ആൻഡ് 7 ഓഫ് കപ്സ് രണ്ടും. ഓക്കെ, ഇതെവിടെ ഇരിക്കട്ടെ, പറയാം. ഇവിടെ ആദ്യം മെയിൻ കാര്യം എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ. എനിക്ക് ഒരുപാട് കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല, ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഒരുപാട് ഇമോഷണലാണ് നിങ്ങൾ. ഒരുപാട് മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് പലതും. നിങ്ങൾ ഈ 7 ഓഫ് കപ്സ് പറയുമ്പോൾ ഒരു ദിവാസ്വപ്നം കാണുന്ന ടൈപ്പ് പറയും. ഓക്കെ, മേ ബി നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടു കൂട്ടുന്നുണ്ടാവാം, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം എന്താണ് വേണ്ടത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാത്തത് കൊണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് കുറേ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിലേതാണ് നല്ലത്, ഏതാണ് നല്ലതല്ലാത്തത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊന്നും മതി. നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി നിങ്ങൾക്ക് ക്ലിയറേ അല്ല. ഓക്കെ, എന്താണ് ആരാണ് നല്ലത്, ആരാണ് നല്ലതല്ലാത്തത്, ഏത് ജോലിയാണ് നല്ലത്, ഏതാണ് ഞാൻ എടുക്കേണ്ടാത്തത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് മൈൻഡ് ഇസ് ലൈക്ക് ടോട്ടലി ഇവിടെ എനിക്ക് കൺഫ്യൂഷനാണ് കാണുന്നത്. ഓക്കെ, ഒരു തരം നിങ്ങളുടെ ശരി എനിക്ക് ഫീൽ ചെയ്ത എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ ചില സിനിമയിലോ അല്ലെങ്കിൽ ചിലതിലൊക്കെ കാണില്ലേ, കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ കുറേ ക്ലൗഡ്സ് അല്ലെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ അങ്ങനെ ക്ലൗഡിനെ വരച്ച് കാണിച്ചിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. അത്രയും ഒരു തരം നിങ്ങൾക്കൊന്നും അറിയുന്നില്ല ഞാൻ ഏത് വഴിക്ക് തിരിയണം, ഏത് ഭാഗത്തേക്ക് തിരിയണം, എന്താണ് എവിടെയാണ് വെളിച്ചം എന്ന് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ 2 വഴികൾ ഓപ്പൺ ഉണ്ടാവാൻ, ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം. എന്താണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയാണ്. ആക്ച്വലി 2 അതിൽ കൂടുതലുണ്ട്. 7 കപ്സ് ആണ് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അതിൽ ഏതിന് ഫോക്കസ് കൊടുക്കണം, എങ്ങനെ ഫോക്കസ് ചെയ്യണം, ഏതിലാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ആകെ മൊത്തം കൺഫ്യൂഷൻ സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇതിൽ വേറെ കാര്യം നമ്മൾ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ കുറേ കാര്യങ്ങൾ ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതിലെന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒന്ന് ജോലി, കരിയർ, പിന്നെ ഒന്ന് ചിലപ്പോൾ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുന്ന വലുതുമായിരിക്കാം. നിങ്ങൾക്ക് തോന്നും ആ വഴിക്ക് പോയാൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ടാവും. പല തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, നിങ്ങൾക്ക് നല്ലത് എന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഇവിടെ കാണുന്നത്. എനിക്ക് ചോയ്സസ്, അനാലിസിസ് എല്ലാം രണ്ടും ആക്ച്വലി ഒരേ കാര്യങ്ങളാണ്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മറിഞ്ഞിരിക്കുന്നുണ്ട്, അതിനി മനസ്സിലാവുന്നില്ല. ചില നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, ജോലിയിലായിരിക്കാം, ഫാമിലിയെ കുറിച്ചായിരിക്കാം, ഫ്രണ്ട്സിനെ കുറിച്ചായിരിക്കാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വളരെ കൺഫ്യൂഷനാണ് എനിക്കിവിടെ കാണുന്നത്. ഞാനിങ്ങനെ എത്രത്തോളം കൺഫ്യൂഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രത്തോളം ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ പറയാം. ബട്ട് ഇത് എന്തിൻ്റെ കൺഫ്യൂഷനാണ് എന്നുകൂടി ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ. അഗെയിൻ സെയിം തിങ് ആണ്. ദേ കണ്ടോ, കൺഫ്യൂഷൻ, വീണ്ടും കൺഫ്യൂഷൻ. ഓക്കെ, എന്തായാലും ഓവറോൾ ഔട്ട്കം നിങ്ങൾക്ക് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്നാണ്. ഓക്കെ, നിങ്ങളുടെ വിഷസ് ആർ കമ്മിങ് ട്രൂ, യുവർ ഡ്രീംസ് ആർ കമ്മിങ് ട്രൂ, യുവർ ഹാപ്പിനെസ് ഇസ് കമ്മിങ്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു, നിങ്ങൾക്ക് ഹാപ്പിനെസ് വരുന്നു എന്ന് തന്നെയാണ്. അഗെയിൻ ഇവിടെ ചോയ്സിൻ്റെ കാര്യമാണ് വീണ്ടും. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ചോയ്സ്, ഒരു തീരുമാനം, ഇവിടെയും ഇത് 2 ചോയ്സിൻ്റെ കാര്യം പറയുന്നത്, ഇവിടെ 7 ചോയ്സ് ഉണ്ട്, ഇതിലും 2 നമ്മൾ പറയാം. സോ 2 കാര്യങ്ങൾ തമ്മിലുള്ള ഒരു ഡിസിഷൻ. ഓക്കെ, അതിൽ എങ്ങനെയപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വേറെ വേറെ ആയിരിക്കും. സോ അതുകൊണ്ട് എനിക്കിവിടെ ഒരുപാട് പറയാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങളുടെ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ മൈൻഡിൽ നടക്കുന്ന ചിന്ത. ഓക്കെ, ഞാൻ ഇന്ന കാര്യം ഫോളോ ചെയ്യണോ വേണ്ടേ, ഇന്ന കാര്യത്തിൽ ഞാൻ എഫേർട്ട് ഇടണോ വേണ്ടേ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം മുന്നോട്ട് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ എനിക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് പറയുന്ന ഇവിടെ എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് പോകും. ആദ്യം വേണ്ടത് നിങ്ങൾ അവനവൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഇത്രയും ചോയ്സസിൽ നിന്ന് നിങ്ങൾ എനിക്ക് പറയാനുള്ള എന്താ അറിയോ,
ഈ ചോയ്സസിൽ എപ്പോഴും ഒരു ചോയ്സ്, ഒരു കാര്യം, ഒരു കപ്പ് എന്ന് പറയാം. ഈ ഒരു കപ്പ് നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷന്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇതിൽ ഒന്ന് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കൂ നിങ്ങൾ. ഓക്കെ, അതെന്താണ് എങ്ങനെ ഇപ്പോൾ ഇത് പറഞ്ഞുതരാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പേഴ്സണലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പിന്നെയും ഇതിൽ ഒരു കാര്യം നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഒരു കാര്യം നിങ്ങളുടെ ഗുണത്തിനുള്ളതാണ്, നിങ്ങൾക്ക് നല്ലതിനുള്ളതാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അതിന് നിങ്ങളിപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോക്കസ് കൊണ്ടുവരിക. ഓക്കെ, വേണമെങ്കിൽ മെഡിറ്റേഷനോ അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ എഴുതി നോക്കാം. പോട്ടെ, പ്രാക്ടിക്കലായിട്ട് ചെയ്യൂ, മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ വിടും. ഓക്കെ, നിങ്ങൾ എഴുതി നോക്കൂ. എഴുതി നോക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ചാണ് കൺഫ്യൂഷൻ എങ്കിൽ അതിനെപ്പറ്റി അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എഴുതാം. അല്ല, ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ഓരോന്നിൻ്റെയും ഇതേപോലെ പോസിറ്റീവ് നെഗറ്റീവ് എഴുതി നിങ്ങൾ നോക്കാം. ഓക്കെ, അതിലേത് ഞാൻ എടുക്കണം, അല്ലെങ്കിൽ ഏത് ഞാൻ ഫോളോ ചെയ്യണം, എന്തിനെ ഞാൻ ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. ആൻഡ് ഫോക്കസ് നിങ്ങൾ ഒന്നിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊണ്ടുവന്ന് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ 2 കുതിരയാണ് നമ്മൾ പറയുന്നത്, 2 വശത്തേക്ക് നിങ്ങളെ വലിക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, എല്ലാം ആക്ച്വലി പറയുന്ന അതാണ്. നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ മൈൻഡ്, ലൈക്ക് ഞാൻ ഇതിലേ പോകണോ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ആ മൈൻഡിനെ നിങ്ങൾ ആദ്യം ഫോക്കസിങ് ഒന്നിച്ചു കൊണ്ടുവരും. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ആൻഡ് ബ്രെയിൻ എന്ന് പറയാൻ വേണമെങ്കിൽ പ്രാക്ടിക്കലായിട്ടും ഇമോഷണലായിട്ടും നിങ്ങൾ രണ്ടും കൂടി ഒന്നിച്ചാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒന്നിച്ചാക്കിയിട്ട് നിങ്ങളുടെ മനസ്സിനറിയാം എന്താണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിൽ തന്നെ അറിയാം ശരിക്കും. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ കടിഞ്ഞാൻ നിങ്ങൾ തന്നെ കയ്യിലേക്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒരു ഫോക്കസ് വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പോട്ടെ, ഇതിലിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കും, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ തൽക്കാലം അറ്റ് എ ടൈം ഒന്നെടുക്കും, ഒരു സമയത്ത് ഒന്ന് മാത്രം ചെയ്യൂ, ഒന്നിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കും. അപ്പോൾ സപ്പോസ് അത് തെറ്റാണ്, നമുക്കത് വേണ്ടാത്തതാണ്, നമുക്ക് നല്ലതല്ല, ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അല്ലേ, എന്നിട്ട് അടുത്തേക്ക് പോകും. ഓക്കെ, നമുക്ക് അങ്ങനെ പരീക്ഷിച്ച് നോക്കാം. സോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതി നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒന്നിനെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളതും ട്രൈ ചെയ്യുക. ഓക്കെ, ട്രൈ ചെയ്തിട്ട് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ, സാരമില്ല, ഒരു ലെസൺ ആയിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ആ രീതിക്ക് എന്തായാലും നിങ്ങളുടെ മൈൻഡിനെ ഒരു ഫോക്കസ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിക്ടറിയാണ്. അഗൈൻ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിഷസ് ട്രൂ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ എത്തിക്കും, യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കും, പേടിക്കേണ്ട. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഈ ഒരു മൈൻഡ് കൺട്രോൾ, നിങ്ങളുടെ വിൽ പവർ, ഓക്കെ, ആ വിൽ പവറാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറയുന്നത്. നിങ്ങളുടെ ഇപ്പം നമ്മൾ മനസ്സ് അങ്ങോട്ട് ഓക്കെ എനിക്ക് അതും വേണം ഇതും വേണം എന്ന് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ഒന്നിലേക്ക് ഫോക്കസ് കൊടുക്കാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ മൈൻഡിനെ നല്ലോണം കൺട്രോൾ നിർത്തുക. ഒന്നാമത്തെ കാര്യം, നിങ്ങളിങ്ങനെ മനസ്സിനെ പല വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കടിഞ്ഞാൻ നിങ്ങളുടെ കയ്യിലെടുക്കുക. ഇല്ല, ഞാൻ ഇന്ന കാര്യത്തിലേക്ക് ഇപ്പം ഞാൻ ഫോക്കസ് കൊടുക്കും എന്ന് തീരുമാനിക്കുക, അതിനെ ചെയ്യുക. ഓക്കെ, അതിനെ ചെയ്തിട്ട് അതിൽ തെറ്റായാലും ശരി, കറക്റ്റായ എന്താ പറയുക, ജയിച്ചില്ലെങ്കിലും ശരി, ജയിച്ചാലും ശരി, നിങ്ങൾ കൂടുതൽ വറി ചെയ്യേണ്ട, നമ്മൾ ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ് അല്ലേ. സോ ആ രീതിക്ക് ഐ തിങ്ക് ഇവിടെ നിന്ന് ഇതാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 9 ഓഫ് കപ്സ്, ഇത് 9 ആണ്, 18 ആണ്, ഇവിടെ 9 ഉണ്ട്. സോ 9 എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ 7 ഉണ്ട്. ഇത് വാവ്, എപ്പോഴും ശ്രദ്ധിച്ചു, ഇതും 7 ആണ്. ഓക്കെ, സോ യെസ്, ഇവിടെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഫോക്കസ് പോകുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ആ ഫോക്കസിനെ ഒന്നിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. മൈൻഡിനെ കൺട്രോൾ ചെയ്യൂ. മൈൻഡ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തകൾ പോകുന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ, അഗെയിൻ ഇവിടെ 8 നിങ്ങളുടെ മുമ്പിൽ ആക്ച്വലി നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് നല്ലത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നേടാൻ നിങ്ങൾക്ക് എല്ലാം യൂണിവേഴ്സ് ഒരുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിയർ അല്ല ഇപ്പം, അത്രേ ഉള്ളൂ. ഓക്കെ, മുന്നോട്ട് എന്താവുമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. ബട്ട് നമ്മുടെ ജോലി എന്താണ്? നമ്മളുടെ ജോലി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആക്ഷൻ എടുക്കുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി യൂണിവേഴ്സ് നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ തരും. ഓക്കെ, ഇതിപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മൈൻഡ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് തൽക്കാലം ഫോക്കസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചൊക്കെ നേടാനുള്ള വഴികൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ ഇതാണ് വെച്ചത്, ഏഞ്ചൽ ആൻസേഴ്സ്. നമുക്ക് നോക്കാം, ഏഞ്ചൽസ് എന്താ പറയുന്നത് നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, യെസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ലുക്ക് ഫോർ എ സൈൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ. വെരി ഗുഡ്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ.
ആൻഡ് ഇഫ് യു ബിലീവ്, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ വിശ്വാസമാണ് വേണ്ടത്. ഓക്കെ, ദാറ്റ് നിങ്ങൾ ആദ്യം ട്രസ്റ്റ് വെക്കുക, നിങ്ങൾ തന്നെ ബിലീഫ് വെക്കുക, ദാറ്റ് യെസ് എനിക്കത് കിട്ടും, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ബിലീഫ് നിങ്ങൾ വെക്കുക. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തുറന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട്. ആരോടെങ്കിലും ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവാം. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ജോലി സ്ഥലത്തും ആവാം, വീട്ടിലും ആവാം, ഫാമിലിയിലും ആവാം, റിലേഷൻഷിപ്പിലും ആവാം. ഓക്കെ, മേ ബി നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിക്കാനുണ്ട്, തുറന്ന് പറയാനുണ്ട്. ആൻഡ് അത് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഓക്കെ, ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിക്കുക. നമ്മൾ കൂടുതൽ ആർഗ്യുമെന്റ് ടൈപ്പിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ പോകാനല്ല, പറയാനുള്ളതിനെ നിങ്ങൾ ഒന്ന് ആദ്യം വേണമെങ്കിൽ എഴുതി വെക്കൂ, നോക്കി വെക്കൂ. ഓക്കെ, എന്താണ് പറയേണ്ടത് പോയിന്റ്. ഓക്കെ, അതിനെ വളരെ ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിട്ട് പറയാൻ ശ്രമിക്കാം. കൂടുതൽ വാക്കുകളല്ല എപ്പോഴും വേണ്ടത്. നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ ആ ഒരു പോയിന്റ് എടുത്ത് പറയലാണ് വേണ്ടത്. ക്ലിയർ ആയിട്ട് പറയാൻ പറ്റണം, ഇമോഷണൽ ആവാതെ പറയാൻ പറ്റണം. ഓക്കെ, ആ തരത്തിൽ ഐ തിങ്ക് ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ആവശ്യമുണ്ട്. മനസ്സിലുള്ളത് നിങ്ങൾ തുറന്ന് പറയാനുണ്ട് എന്തൊക്കെയോ, ഐ തിങ്ക് അതിനെ ആയിരിക്കാം. സോ ബി ഓപ്പൺ, ബി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ, മറ്റുള്ളവരോട് പറയൂ. ഓക്കെ, യെസ് ആൻസർ ഒക്കെ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ്, ആക്ച്വലി യെസ് ഇവിടെ ഓൾറെഡി നമുക്ക് വന്നിരുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്നുള്ളത്. ആൻഡ് ഇവിടെ 2 ചോയ്സിൻ്റെ വീണ്ടും ഒരേ കാര്യമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ ചോയ്സ് എടുക്കാനുണ്ട്, ഒരു തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ട്. ആ തീരുമാനം അതെടുക്കാൻ നിങ്ങൾക്ക് ആക്ച്വലി യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, എന്താണ് ശരി എന്നുള്ളത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് പല സയൻസും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നല്ലത് എന്നുള്ള സയൻസ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ, ഓക്കെ, നമുക്ക് ഇനി അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടാൻ നിങ്ങൾക്ക് സാധിക്കും. അത് വരും. നിങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ട, നിയർ ഫ്യൂച്ചറാണ് പറയുന്നത്. സോ അധികം സമയം എന്ന രീതിയിലല്ല അതെടുക്കുക, നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് തന്നെയാണ്. ആൻഡ് ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ആൻഡ് ആക്ച്വലി ഇതും നമ്മുടെ ചാരിയറ്റ് ആയിരുന്നു. ചാരിയറ്റ് നമുക്ക് മൂവ്മെൻറ്റ്, യാത്ര എന്ന രീതിയിലൊക്കെയാണ്. സോ മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവലിൻ്റെ കാര്യങ്ങൾ വരാം. ഓക്കെ, ഒരു മാറ്റം വരാം, ചേഞ്ചസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ചേഞ്ചസ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ജോലി മാറുന്നു, വീട് മാറുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ഒരു മനസ്സിൻ്റെ മാറ്റം കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, മനസ്സിൻ്റെ ചില ചേഞ്ചസ് ആയിരിക്കാം, ചില ചിന്തകളുടെ ചേഞ്ചസ് ആയിരിക്കാം. എന്തോ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നും പറയുന്നുണ്ട്. സോ മേ ബി ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ എന്താണോ മേ ബി ഒരു പുതിയ ഡയറക്ഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു വഴി നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്, ആഗ്രഹിച്ച് നേടാൻ പറ്റും എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.